Hello children, let us start with your maths second lesson, that is polynomials. Very interesting and easy lesson. Okay. ഈ ലെസൺ തുടങ്ങുന്നതിന് മുന്നേ നമുക്കൊരു ഗുഡ് ന്യൂസ് ആയിട്ട് തന്നെ തുടങ്ങാം. എന്താ ഗുഡ് ന്യൂസ്? യെസ്, ഈ ലെസണിൽ 3 എക്സസൈസ് ഉണ്ട്. ദാറ്റ് ഈസ് 2.1, 2.2, 2.3. ഗുഡ് ന്യൂസ് ഇസ് 2.3 ഈസ് യുവർ ക്യാൻസൽഡ് പോർഷൻ. ഓക്കെ, അപ്പോൾ 2 എക്സസൈസ് മാത്രമാണ് കാര്യമായിട്ട് ഈ ലെസണിൽ പഠിക്കാനുള്ളത്. അപ്പോൾ പോളിനോമിയൽസ് ഇസ് എ ടോപ്പിക് ദാറ്റ് വി ഹാൻഡിൽഡ് ഇൻ 9th സ്റ്റാൻഡേർഡ്. നമ്മൾ നല്ല കുറച്ച് ഡീറ്റെയിലിൽ തന്നെ പോളിനോമിയൽസ് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ തന്നെയാണ് ഈ ചാപ്റ്റർ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് കഴിഞ്ഞ വർഷം എന്തൊക്കെ പഠിച്ച് അതൊന്ന് റിവൈസ് ചെയ്ത് തുടങ്ങാം. പോളീൻ്റെ അർത്ഥം എന്താ? മെനി. നോമിയൽസ് മീൻസ് ടേംസ്. അപ്പോൾ ഒരു പോളിനോമിയൽ ഇസ് എൻ ആൽജിബ്രൈക് എക്സ്പ്രഷൻ. അതിൽ മെനി ടേംസ് ഉണ്ട്. വൺ മോർ നിബന്ധന ഫോർ യുവർ എക്സ്പ്രഷൻ ടു ബി പോളിനോമിയൽ ഇസ് നിങ്ങളുടെ ഈ വേരിയബിൾ ടേം ഉണ്ടല്ലോ, ദാറ്റ് ഈസ് എക്സ്, അതിൻ്റെ ഒരു പവർ ഉണ്ടാവും. ആ പവർ ഷുഡ് ബി എ ഹോൾ നമ്പർ. ഹോൾ നമ്പർ മീൻസ് വാട്ട്? റിയൽ നമ്പേഴ്സ് പഠിക്കുമ്പോൾ നമ്മൾ നോക്കിയില്ലേ, 0 ഓൺവേർഡ്സ് ദ നമ്പർ ദാറ്റ് വി കൗണ്ട്, ലൈക്ക് 0, 1, 2, 3, അതാണ് ഹോൾ നമ്പേഴ്സ്. അപ്പോൾ ഈ എക്സിൻ്റെ പവർ ഒരു ഹോൾ നമ്പർ ആയിരിക്കണം. ഓക്കെ, ഓൺലി ദെൻ വി കോൾ ഇറ്റ് ആസ് എൻ പോളിനോമിയൽ. ഇവിടെ നോക്കൂ, 2x എന്താ? ഒരു ടേം ഉള്ളൂ. അപ്പോൾ അതൊരു പോളിനോമിയൽ ആണോ? ഓ യെസ്, അതും ഒരു പോളിനോമിയൽ ആണ്. പോളി മീൻസ് മെനി, ബട്ട് ഇറ്റ് ബിഗിൻസ് വിത്ത് 1 ടേം. ഓക്കെ, 1 ടേം, 2 ടേം, 3 ടേം, ലൈക്ക് ദാറ്റ് മെനി ടേം. അപ്പോൾ ഈ ടേംസ് എന്താണ്? ഈ പ്ലസ്സും മൈനസ് അടുക്ക് വന്നാലാണ് ടേംസ് ആയിട്ട് പിരിയുക. ഇവിടെ 1 ടേം ഉള്ളൂ. ഇവിടെ നോക്കൂ, ഒരു പ്ലസ് നടുവിലുണ്ട്. അപ്പോൾ ഇറ്റ് ഈസ് ഡിവൈഡിങ് ഇറ്റ് ഇൻ ടു 2 ടേംസ്. ഇവിടെ നോക്ക്, 1, 2, 3 ടേംസ്. ഓക്കെ, ഇപ്പോൾ 1 ടേമുള്ള പോളിനോമിയലിന് എന്താ പറയുക? മോണോമിയൽ. 2 ടേംസുള്ള പോളിനോമിയലിന് എന്താ പറയുക? ബൈനോമിയൽ. 3 ടേംസിൻ്റെ പോളിനോമിയലിന് എന്താ പറയുക? ട്രൈനോമിയൽ. അങ്ങനെ മോർ നമ്പർ ഓഫ് ടേംസ് വി കോൾ പോളിനോമിയൽ. ഓക്കെ, അപ്പോൾ ഇതിലൊന്ന് കാര്യമായിട്ട് നമുക്ക് ശ്രദ്ധിക്കാനുള്ളത്, ഒരു പോളിനോമിയലിൽ ഇങ്ങനെ കോൺസ്റ്റൻറ്റ് ടേംസും ഉണ്ടാവും. ഇപ്പോൾ വെറും 2 എഴുതാം, അല്ലെങ്കിൽ 2x വേരിയബിളും ഇൻക്ലൂഡ് ചെയ്യാം. അങ്ങനെ അതൊക്കെ പോളിനോമിയൽസ് ആണ്. നമ്പർ ഓഫ് ടേംസ് അല്ലേ, അപ്പോൾ എല്ലാം പോളിനോമിയൽസ് തന്നെയാണ്. ബട്ട് യുവർ വേരിയബിളിൻ്റെ പവർ ഉണ്ടാവുമല്ലോ, അത് ഷുഡ് ബി എ ഹോൾ നമ്പർ. So now let us take a few examples and then let us decide whether it is a polynomial or not. Okay children, consider these examples. Look at the first expression, 2x square plus 3. ഇപ്പോൾ ഇതിൽ 2 ടേം ഉണ്ട്. ഇത് പോളിനോമിയൽ ആണോ? ഇതിലൊരു എക്സ് ഉണ്ട്. എക്സിൻ്റെ പവർ 2 ആണ്. 2 ഒരു ഹോൾ നമ്പർ ആണ്. ഓക്കെ, ദെൻ സാങ്ഷൻ, ദിസ് ഈസ് എ പോളിനോമിയൽ. ഇനി അടുത്തത് നോക്കൂ, 7, വെറും 7. അപ്പോൾ വെറും 7 ഒരു പോളിനോമിയൽ ആണോ? യെസ്, ഇതും ഒരു പോളിനോമിയലാണ്. വൈ? ബിക്കോസ് ഇതിന് എക്സ് എഴുതിയാൽ അതിൻ്റെ പവർ 0 ആണ്. എക്സ് പവർ 0 ഇസ് വാട്ട്? 1. നോ, എനിത്തിങ് റേസ് ടു 0 ഇസ് 1. അപ്പോൾ 7 into 1 is 7. അപ്പോൾ വെറും ഒരു കോൺസ്റ്റൻറ്റ് ഇതിൻ്റെ അർത്ഥം എന്താണ്? വേരിയബിൾ അവിടെ പവർ 0ലാണ്. അപ്പോൾ ഇവിടെ വേരിയബിളിൻ്റെ പവർ 0, 0 ഇസ് എ ഹോൾ നമ്പർ. നോ, സോ ദിസ് ഈസ് ഓൾസോ എ പോളിനോമിയൽ. ഇനി ഈ കേസ് നോക്കൂ, ഇവിടെ എക്സിൻ്റെ ടേമിൽ എക്സിന് ഒരു നെഗറ്റീവ് സൈൻ ഉണ്ട്. ഹോൾ നമ്പർ ആണോ നെഗറ്റീവ് സൈൻ? അല്ല. അപ്പോൾ ഇസ് ദിസ് എ പോളിനോമിയൽ? നോ, ദിസ് എക്സ്പ്രഷൻ ഇസ് നോട്ട് എ പോളിനോമിയൽ. One more case, see this, root of x. റൂട്ട് ഓഫ് എക്സിൻ്റെ അർത്ഥം എന്താണ്? അതിൽ എക്സിൻ്റെ പവർ എന്താണ്? റൂട്ട് ഓഫ് എക്സിൻ്റെ അർത്ഥം ദാറ്റ് ഈസ് എക്സ് റേസ് ടു 1/2. ഓക്കെ, അപ്പോൾ എക്സ് റേസ് ടു 1/2 ആണെങ്കിൽ ദെൻ വാട്ട് ഈസ് ദിസ്? ദിസ് ഈസ് നോട്ട് എ ഹോൾ നമ്പർ. അല്ല, അതൊരു ഫ്രാക്ഷൻ ആണ്, ഹോൾ നമ്പർ അല്ല. സോ വാട്ട് ഡു വി സേ? ദിസ് ഈസ് നോട്ട് എ പോളിനോമിയൽ. എക്സിന് റൂട്ട് ഇട്ടാൽ അത് പോളിനോമിയൽ അല്ല, ബിക്കോസ് ദ പവർ ഇസ് നോട്ട് എ ഹോൾ നമ്പർ. ഈ കേസ് നോക്കൂ, √3x. ഇവിടെ √3ക്ക് കോൺസ്റ്റൻറ്റ് ടേമിന് എന്ത് വേണമെങ്കിലും ആവാം, പക്ഷെ നമ്മൾ വേരിയബിൾ ടേം ഷുഡ് നോട്ട് ബി അതർ ദൻ എ ഹോൾ നമ്പർ. അപ്പോൾ ഈ കേസ് ദിസ് ഈസ് എ പോളിനോമിയൽ. യെസ്, അപ്പോൾ ഇത് ഓർമ്മ വന്നല്ലോ. ഇതൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ്, ടു റെക്കഗ്നൈസ് എ പോളിനോമിയൽ. ഇപ്പോൾ അത് ഉറപ്പായല്ലോ. പോളിനോമിയൽ എങ്ങനെയാണ് റെക്കഗ്നൈസ് ചെയ്യുന്നത്? എക്സിൻ്റെ പവർ നോക്കുക. ഇനി നമുക്ക് ഇനിയൊരു ടേം നമ്മൾ പഠിച്ചത് ഡിഗ്രി ഓഫ് എ പോളിനോമിയൽ.
അല്ലേ? ഈ പോളിനോമിയലിൻ്റെ ഡിഗ്രി എന്താണെന്ന്. അപ്പോൾ ഡിഗ്രി നോക്കാനും വി സീ ദ പവർ. ലെറ്റ് us see how also we have done in the last class. ഈ ഡിഗ്രി ഓഫ് ദ പോളിനോമിയൽ പറയുമ്പം വി ആർ ഗോയിങ് ടു സീ ദ പവർ ഓഫ് എക്സ്. എക്സിൻ്റെ പവർ 1 ആണെങ്കിൽ വിൽ കോൾ ഇറ്റ് ആസ് എ ലീനിയർ പോളിനോമിയൽ. എക്സിൻ്റെ പവർ 2 ആണെങ്കിൽ മാക്സിമം ഹയസ്റ്റ് പവർ 2 ആണെങ്കിൽ വിൽ കോൾ ഇറ്റ് ആസ് എ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ. ആൻഡ് എക്സിൻ്റെ പവർ മാക്സിമം പവർ 3 ആണെങ്കിൽ വി കോൾ ഇറ്റ് ആസ് എ ക്യൂബിക് പോളിനോമിയൽ, അല്ലേ? അപ്പോൾ ഇതിൽ എക്സാമ്പിൾ നോക്കൂ, 3x+1 അതൊരു ലീനിയർ പോളിനോമിയലാണ്. ഈ കേസിൽ ഞാൻ വെറും 1 എഴുതിയാലോ അത് ലീനിയർ പോളിനോമിയൽ ആവോ? അല്ല, ബിക്കോസ് വി ആർ ടോക്കിംഗ് അബൌട്ട് ഡിഗ്രി 1. വെറും ഒരു കോൺസ്റ്റൻ്റ് ആണെങ്കിൽ ഡിഗ്രി ഓഫ് എക്സ് ഇസ് 0. അപ്പോൾ ദാറ്റ് ഈസ് നോട്ട് എ ലീനിയർ പോളിനോമിയൽ. ലീനിയർ പോളിനോമിയൽ ആണെങ്കിൽ എക്സ് ടേം ഷുഡ് ബി മെൻഷൻഡ്. ഓക്കെ, ക്വാഡ്രാറ്റിക് പോളിനോമിയൽ എന്താണ്? 5x². അപ്പോൾ 5x² ഇൻ പ്ലസ് എക്സ്. ഇതിൽ എക്സിന് 2xൻ്റെ എക്സിൻ്റെ പവർ എന്താണ്? 1 ആണ്. 3ൻ്റെ എക്സിൻ്റെ അവിടെ പവർ എന്താണ്? 0 ആണ്. അവിടെ എക്സ് ഇല്ല, അപ്പോൾ എക്സ് പവർ 0 ആണത്. അപ്പോൾ ഹിയർ ഹയസ്റ്റ് പവർ ഇസ് 2. സോ ദിസ് ഈസ് എ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. Then you have cubic polynomial. Cubic polynomial എന്താണ്? ഹയസ്റ്റ് പവർ should be 3. അപ്പോൾ ഇതിൽ നമ്മൾ എന്താ നോക്കണേ? ഈ എല്ലാ ഇക്വേഷൻസിലും ഒരു കാര്യപ്പെട്ട സംഭവം നമ്മൾ നോക്കുന്നുണ്ട്. അതെന്താണ്? ഇതിപ്പോൾ ഒരു ലീനിയർ ഇക്വേഷൻ ആണെങ്കിൽ ഇവിടെ എക്സിൻ്റെ പവർ 1 വേണം. അപ്പോൾ ഈ ടേം കനോട്ട് ബി 0, അല്ലേ? എക്സിൻ്റെ കൂടെ 0 വരാൻ പറ്റൂല, അപ്പോൾ പവർ മാറിപ്പോവും, അല്ലേ? ഈ ടേം ജസ്റ്റ് ഇമാജിൻ ഇവിടെ 5ൻ്റെ സ്ഥലത്ത് 0 ആണെങ്കിലോ ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ അല്ല, അതൊരു ലീനിയർ ഇക്വേഷനായി മാറിപ്പോവും. ബിക്കോസ് ദർ വിൽ നോട്ട് ബി എ x² ടേം. നോ, ഇഫ് 5 is 0, x² ടേം വിൽ നോട്ട് ബി ദർ. അഗൈൻ ക്യൂബിക് ഇക്വേഷൻ ആണെങ്കിൽ എക്സിൻ്റെ കൂടെ വരുന്ന കോൺസ്റ്റൻറ്റ് ടേം അത് 0 ആവാൻ പറ്റില്ല. അത് 0 ആയാൽ എന്താവും? ആ കോൺസ്റ്റൻറ്റ് ടേമിൻ്റെ കൂടെ വേരിയബിളും ഇല്ലാതായിപ്പോവും, അല്ലേ? അപ്പോൾ ആ വേരിയബിളിൻ്റെ പവറിനൊരു വാല്യൂ ഉണ്ടാവില്ല. അപ്പോൾ ഇവിടെ ഒരു 0 ആണെങ്കിൽ ദിസ് വിൽ ബിക്കം എ 0. ദിസ് എൻറ്റയർ ടേം വിൽ ബിക്കം എ 0. അപ്പോൾ നിങ്ങളുടെ ഇക്വേഷൻ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷനായി മാറും. ഇറ്റ് വിൽ നോട്ട് ബി എ ക്യൂബിക് ഇക്വേഷൻ, അല്ലേ? അപ്പോൾ നമ്മളിതിൽ എന്താ ഇപ്പോൾ കാര്യമായിട്ട് കാണുന്നത്? എക്സിൻ്റെ കൂടെ എന്താണ് കോൺസ്റ്റൻ്റ് ഉള്ളത്? അത് ഒരിക്കലും 0 ആവാൻ പറ്റില്ല ഒരു പോളിനോമിയലിൻ്റെ കേസിൽ. എക്സിൻ്റെ കൂടെ വരുന്ന ഒരു കോൺസ്റ്റൻറ്റ് ക്യാൻ നെവർ ബി 0. അപ്പോൾ വി യൂഷ്വലി റിപ്രസെൻറ്റ് ഇറ്റ് വിത്ത് എ. എക്സിൻ്റെ കൂടെ വരുന്ന കോൺസ്റ്റൻറ്റിൻ്റെ പേര് വി സേ എ. അപ്പോൾ എ ഈസ് നോട്ട് ഈക്വൽ ടു 0. ഇനി നിങ്ങൾ കാണാൻ പോകുന്ന എല്ലാ സ്ഥലത്തും എ നോട്ട് ഈക്വൽ ടു 0, എ നോട്ട് ഈക്വൽ ടു 0 വരും. അപ്പോൾ അത് കാരണം എന്താണെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ? ഓക്കെ, ഇനി നമ്മൾ ഡിഗ്രി ഓഫ് ദ പോളിനോമിയൽ കണ്ടു. ഇനി പോളിനോമിയലിനെ പറ്റിയിട്ട് ഇനിയൊരു കാര്യം നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതെന്താണെന്നറിയോ? വാല്യൂ ഓഫ് ദ പോളിനോമിയൽ. ശരിക്കും ഒരു പോളിനോമിയലിന് വി സേ പി ഓഫ് എക്സ്. അപ്പോൾ ഇതൊരു ഗിവൻ പോളിനോമിയലാണ്. ജസ്റ്റ് ഇമാജിൻ 7x+1 ഒരു പോളിനോമിയൽ. ഇത് ഏത് പോളിനോമിയൽ ആവും? യെസ്, ലീനിയർ പോളിനോമിയൽ. എക്സിൻ്റെ പവർ 1 ആണ്. അപ്പോൾ ഇത് ലീനിയർ പോളിനോമിയലിൻ്റെ എക്സാമ്പിളാണ് ഞാൻ എടുത്തത്. ഇനി വാല്യൂ ഓഫ് ദ പോളിനോമിയൽ ആണെങ്കിലോ അവർ ഏത് നമ്പറാണ് തരുന്നത് ആ നമ്പർ പി ഓഫ് എക്സിൽ എടുക്കുകയാണെങ്കിൽ പോളിനോമിയൽ എവിടെയൊക്കെ എക്സ് വരുന്നത് അവിടെ ആ വാല്യൂ ഇട്ട് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഫൈനലി കിട്ടുന്നത് വിൽ ബി വാല്യൂ ഓഫ് പോളിനോമിയൽ ആറ്റ് ദാറ്റ് നമ്പർ ദാറ്റ് യു ടുക്ക്. ഇപ്പോൾ ഈ കേസിൽ വാല്യൂ ഓഫ് പോളിനോമിയൽ അറ്റ് 1 is 8. The value of this polynomial at 2 is 15. The value of this polynomial at k is 7k plus 1. അല്ലേ? k എന്ത് വേണമെങ്കിലും you can find the value of a given polynomial, അല്ലേ? അപ്പോൾ ദിസ് ഈസ് കോൾഡ് വാല്യൂ ഓഫ് എ പോളിനോമിയൽ. ഇത് ഒരു കാര്യമായി. ഇനിയൊരു കാര്യം നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതെന്താണ്? സീറോ ഓഫ് എ പോളിനോമിയൽ, അല്ലേ? അത് ഹൗ ഡിഡ് വി ഫൈൻഡ് ഔട്ട്? ഇപ്പോൾ ഒരു ലീനിയർ പോളിനോമിയൽ ആണെങ്കിൽ ദാറ്റ് ഈസ് 2x - 6 എടുക്കുകയാണെങ്കിൽ അത് ഏത് വാല്യൂ ഓഫ് എക്സിലാണ് യു ഗെറ്റ് ഇറ്റ് ആസ് 0. ഏത് വാല്യൂ ഓഫ് എക്സിലാണ് ഈ പോളിനോമിയൽ വാല്യൂ ബിക്കം 0, ദാറ്റ് ഈസ് പി ഓഫ് എക്സ് ബിക്കം 0. സോ ഹൗ വിൽ യു ഫൈൻഡ്? ആ പോളിനോമിയലിന് തന്നെ ഒരു 0 ഈക്വൽ ടു 0 എടുക്കുക. then you come down to x, xൻ്റെ വാല്യൂ 3. ഇപ്പോൾ ഈ കേസിൽ when the value of x is 3, the value of the polynomial becomes 0. അപ്പോൾ അങ്ങനെ കിട്ടുന്ന ആൻസർ is called the solution of the polynomial or 0 of the polynomial. ഇപ്പോൾ ഇതൊരു ലീനിയർ ഇക്വേഷൻ ആയിരുന്നു.
അപ്പോൾ ഇതിൽ ഇനിയൊരു പിക്കപ്പ് നിങ്ങൾക്ക് എന്താ എടുക്കേണ്ടി അറിയോ, ഒരു ലീനിയർ ഇക്വേഷനിൽ എക്സിൻ്റെ പവർ 1 ആണല്ലോ, അപ്പോൾ യു വിൽ ഗെറ്റ് ഓൺലി 1 0. Okay, 1 0 means only one answer you will get as a zero of a polynomial. Kind of version we started off with finding the zeros of a quadratic equation. No, let us take that example. Okay, see this example, x square minus 3x minus 4. ഇത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചെയ്തതാണല്ലോ ആ മിഡിൽ ടേം ബ്രേക്കിൻ്റെ സം. അതെങ്ങനെ ചെയ്യാം? ഈ ടേമിന് യു ഹാവ് ടു ബ്രേക്ക് so that you get, when you add or subtract, you get this term, second term. So ഇവിടെ 4ന് ബ്രേക്ക് ചെയ്യുക to get minus 3. അപ്പോൾ how will you get minus 3? Minus 4x plus x. And when you multiply 4 into 1, you will get 4. So this is how you will break this. പിന്നെ കോമൺ എടുത്തിട്ട് ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്നതാണ്. ഫൈനൽ what do you get? x minus 4 x plus 1 is equal to 0. അപ്പോൾ ഇങ്ങനെ സമ്മ് ചെയ്യുമ്പോൾ ലാസ്റ്റ്ലി യൂസ് ടു റൈറ്റ് നോ എക്സ് ഇസ് ഈക്വൽ ടു 4 ആൻഡ് എക്സ് ഇസ് ഈക്വൽ ടു -1. അപ്പോൾ യു ഗെറ്റ് 2 zeros അല്ലേ? ഇങ്ങനത്തെ ഇക്വേഷനിൽ യു ഗോട്ട് 2 zeros. അപ്പോൾ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ, ദ ഇക്വേഷൻ വിച്ച് ഹാസ് എ പവർ ഓഫ് ദ വേരിയബിൾ ആസ് 2, ഇറ്റ് വിൽ ഓൾവേസ് ഗിവ് യു അറ്റ് ദ മോസ്റ്റ് 2 zeros. അറ്റ് ദ മോസ്റ്റ് 2 0 പറയാൻ കാരണം എന്താ? ചില കേസസിൽ യു വിൽ എൻഡ് അപ്പ് വിത്ത് ഹാവിങ് 1 0 ഓർ നോ 0 അറ്റ് ഓൾ, അങ്ങനെയും വരാം. ഓക്കെ, അപ്പോൾ അറ്റ് ദ മോസ്റ്റ് 2 zeros ആണ്, അതിൻ്റെ കൂടുതൽ സീറോസ് ഉണ്ടാവില്ല. അപ്പോൾ ദിസ് ഈസ് വൺ എക്സാമ്പിൾ ഓഫ് എ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. ഐ ലൈക്ക് ടു ഷോ യു വൺ മോർ എക്സാമ്പിൾ. സീ ദിസ് എക്സാമ്പിൾ, എക്സ് സ്ക്വയർ മൈനസ് 2x പ്ലസ് 1. ഇപ്പോൾ എക്സ് സ്ക്വയർ ആണ്, സോ വാട്ട് ഡു യു നോ, ഇറ്റ് ഈസ് എ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. ഇനി വെൻ യു സോൾവ് ദിസ് യു ഗെറ്റ് എക്സ് പ്ലസ് 1 ആൻഡ് എക്സ് പ്ലസ് 1. ഓക്കെ, പിന്നെ ഫൈനലി വാട്ട് ഡു യു സേ? എക്സ് is equal to -1. -1 is the 0. അപ്പോൾ ദിസ് ഈസ് കോൾഡ് ആസ് ഓവർലാപ്പിംഗ് സീറോസ്. ഇത് 2 0 കിട്ടി, പക്ഷേ രണ്ടും സെയിം നമ്പറാണ്. അപ്പോൾ വിൽ കോൾ ഇറ്റ് ആസ് ഓവർലാപ്പിംഗ് സീറോസ്. അപ്പോൾ ശരിക്കും നോക്കുകയാണെങ്കിൽ ഒരു വാല്യൂ ഉള്ളൂ ആൻസർ. 0 ഓഫ് ദിസ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഇസ് -1. പക്ഷേ അത് 2 0 കിട്ടിയിട്ട് ഓവർലാപ്പ് ആയിട്ട് വന്ന സംഭവമാണ്. അപ്പോൾ ദിസ് ഈസ് സംതിങ് ഐ വോണ്ട് യു ടു കീപ്പ് ഇൻ ബാക്ക് ഓഫ് യുവർ മൈൻഡ്. ഇനി നമുക്ക് 10th സ്റ്റാൻഡേർഡിൻ്റെ കോൺസെപ്റ്റിലേക്ക് വരാം. ഹൗ ഡു ദീസ് എക്സ്പ്രഷൻസ് ലുക്ക് ഓൺ ദ ഗ്രാഫ്? ഒരു ഗ്രാഫിക്കൽ റിപ്രസെൻറ്റേഷൻ ആണെങ്കിൽ അതിനെ തന്നെയാണ് ജോമെട്രിക് റിപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത്. ഗ്രാഫിക്കൽ റിപ്രസെൻറ്റേഷൻ എന്നാണ് ജോമെട്രിക് റിപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇക്വേഷൻസും ഈ പോളിനോമിയൽസ് ഒക്കെ കാണാൻ എങ്ങനെ ഉണ്ടാവും എന്ന് നോക്കാം. Okay, let us first see a linear equation. A simple linear equation, that is 2x plus 3. ഇതിൻ്റെ ഗ്രാഫ് റിപ്രസെൻറ്റ് ചെയ്യാനെങ്കിൽ നമ്മൾ അത് 9th സ്റ്റാൻഡേർഡിൽ ചെയ്തതാണല്ലോ. ഇഫ് വി ഹാവ് ദ ഇക്വേഷൻ y is equal to 2x plus 3. ഇവിടെ പി എഫ് എക്സ് അറിയില്ലല്ലോ, അപ്പോൾ വി ആർ ടേക്കിംഗ് ഇറ്റ് ആസ് y. അപ്പോൾ y is equal to 2x plus 3. അപ്പോൾ എക്സിൻ്റെ കുറച്ച് വാല്യൂസ് ഇട്ട് വൈൻ്റെ വാല്യൂസ് യു വിൽ ഗെറ്റ്. അപ്പോൾ അങ്ങനെ നോക്കിയിട്ട് യു നീഡ് ടു ഹാവ് 2 points. ഇപ്പോൾ ഒരു ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ യു നീഡ് ടു ഹാവ് 2 points. അപ്പോൾ ഒരു പോയിന്റ് എന്താ കിട്ടിയത്? 0 3. ഒരു പോയിന്റ് കിട്ടി 1 5. അപ്പോൾ ഈ ഇക്വേഷനെ പ്ലോട്ട് ചെയ്യാൻ യു ഫൗണ്ട് ദ 2 points. ഇനി ലെറ്റ് us പ്ലോട്ട് ദ ഗ്രാഫ്. ഓക്കെ, ഈ ഗ്രാഫിൽ നോക്കൂ, വി ഗോട്ട് ദ 1 point ഹിയർ ദാറ്റ് ഈസ് 0 3 ആൻഡ് 1 point ഹിയർ ദാറ്റ് ഈസ് 1 5. അപ്പോൾ നമുക്ക് കിട്ടിയ പോയിൻറ്റ്സ് വെച്ചിട്ട് നമ്മൾ ലൈൻ ഡ്രോ ചെയ്തു. ഇനി ഈ ലൈൻ ഇഫ് യു ഒബ്സർവ് ഇറ്റ് മീറ്റ്സ് അറ്റ് ദ എക്സ് ആക്സിസ് അല്ലേ? ഒരു പോയിന്റിലാണ് അത് മീറ്റ് ചെയ്യുന്നത്. ഇവിടെ എക്സിൻ്റെ വാല്യൂ എന്താണ്? ഇറ്റ് ഈസ് ബിറ്റ്വീൻ -1 ആൻഡ് -2. അപ്പോൾ -1.5 എന്ന് എടുക്കാം. അപ്പോൾ -1.5 എന്നാൽ ഇതിനെ -3/2 എന്ന് എഴുതുന്നുണ്ട് അല്ലേ? അപ്പോൾ ഇതിൻ്റെ കോർഡിനേറ്റ്സ് എന്താണ്? -3/2 0. എക്സ് കോർഡിനേറ്റ് ഇസ് -3/2, വൈ കോർഡിനേറ്റ് ഇസ് 0. ഇനി നമുക്കൊരു അതിശയം നോക്കാം. ഈ ഇക്വേഷൻ 2x plus 3 is equal to 0 ഉണ്ട്. ഇഫ് യു ആർ ഗോയിങ് ടു ഫൈൻഡ് ദ സൊല്യൂഷൻ, ഇതിൻ്റെ 0 കണ്ടുപിടിക്കുകയാണെങ്കിൽ വാട്ട് വി വിൽ ഗെറ്റ്? എക്സ് ഇസ് ഈക്വൽ ടു ഈ 3 അപ്പുറത്തേക്ക് പോയാൽ -3, 2 അടിയിലേക്ക് വരും, അപ്പോൾ -3/2. യു വിൽ ഗെറ്റ് -3/2. എക്സിൻ്റെ വാല്യൂ യു വിൽ ഗെറ്റ് -3/2. സോ നൗ ക്യാൻ യു റിലേറ്റ് algebraically what the value of 0 you get? 0 ഈ ഒരു ഇക്വേഷൻ്റെ ലീനിയർ ഇക്വേഷൻ്റെ 0 that you are getting is actually the point at which that line intersects the x-axis, this point
അല്ലേ? ആ ലൈൻ എക്സ് ആക്സിസിൽ എവിടെ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നത് ആ പോയിൻ്റാണ് അതിൻ്റെ സീറോ. But this stands true for all types of polynomials, like your linear polynomial ആവട്ടെ അല്ലെങ്കിൽ quadratic polynomial ആവട്ടെ. ഈ ഗ്രാഫിൽ എക്സ് ആക്സിസിൽ എവിടെയാണ് ടച്ച് ചെയ്യുന്നത് ദാറ്റ് ഈസ് ദ സീറോ ഓഫ് ദാറ്റ് ഇക്വേഷൻ. ഓക്കെ, ആ പോളിനോമിയലിൻ്റെ സീറോ അതായിരിക്കും. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു ലീനിയർ ഇക്വേഷൻ ആണ് അല്ലേ? ഇതിന് മാക്സിമം പവർ 1 ആണ്, എക്സിൻ്റെ മാക്സിമം പവർ 1 ആണ്. അപ്പോൾ ഇതിന് അറ്റ്മോസ്റ്റ് എത്ര സീറോസ് കിട്ടാം? 1 0. അത് നമ്മൾ കണ്ട്. ചിലപ്പോൾ നോ സീറോസ് ഉണ്ടാവും ഇഫ് യു ഹാവ് എ ലൈൻ ദറ്റ് ഗോസ് പാരലൽ ടു ദ എക്സ് ആക്സിസ്. അപ്പോൾ ഈ ലൈൻക്ക് എന്താ സീറോ ഇല്ല. അപ്പോൾ ദാറ്റ് ഈസ് ഓൾസോ എൻ ഓപ്ഷൻ, നോ സീറോ അറ്റ് ഓൾ. അറ്റ്മോസ്റ്റ് 1 കൂടുതലാവാൻ പറ്റൂല. അതേപോലെ ഇനി നമുക്ക് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ ഒരു പ്ലോട്ടിംഗ് ആണെങ്കിൽ അതെങ്ങനെ ഉണ്ടാവും ഒന്ന് നോക്കാം. See children, if you plot a quadratic equation, അപ്പോൾ നിങ്ങൾ ഈ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ നമ്മൾ നേരത്തെ എടുത്ത ഇക്വേഷൻ എന്നാണ് x² - 3x - 4. ഇനി ഈ ഇക്വേഷന് ഇഫ് യു ആർ ടേക്കിംഗ് ഓൾ ദ പോസിബിൾ വാല്യൂസ് ഓഫ് എക്സ് ആൻഡ് ഫൈൻഡിങ് ഓൾ ദ വാല്യൂസ് ഓഫ് വൈ, there is a definite pattern of graph that you get. ഓക്കെ, ആ പാറ്റേൺ എന്താണ്? ഒരു കേർവാണ് വിച്ച് ഓപ്പൺസ് അപ്വേർഡ്സ്, അങ്ങനെയും ആവാം, ഓർ എ കേർവ് വിച്ച് ഓപ്പൺ ഡൗൺവേർഡ്സ്. അങ്ങനത്തെ 2 types ഓഫ് കേർവ്സ് ആർ പോസിബിൾ. സംതിങ് ദറ്റ് ഓപ്പൺസ് അപ്വേർഡ്സ്, സംതിങ് ദറ്റ് ഓപ്പൺസ് ഡൗൺവേർഡ്സ്. ഈ അപ്വേർഡും ഡൗൺവേർഡ് വാട്ട് ഡിറ്റർമൈൻസ് ദ സൈൻ ഓഫ് എ പോസിറ്റീവ് ആണെങ്കിൽ അപ്വേർഡ് ആയിരിക്കും, എ നെഗറ്റീവ് ആണെങ്കിൽ അത് ഡൗൺവേർഡ്. ഓക്കെ, അതിനെപ്പറ്റി നമുക്ക് ലേറ്റർ ടോക്ക് ചെയ്യാം. നൗ യു ജസ്റ്റ് റിമെമ്പർ ദിസ് മച്ച്. ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷന് നിങ്ങൾ പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ, ഒരു ഗ്രാഫിൽ പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു കേർവാണ് കിട്ടുക. ഈ കർവിന് ഒരു പേരുണ്ട്. ഈ കർവിൻ്റെ പേരാണ് പാരബോല. എന്താണ്? ഈ കർവിൻ്റെ പേരാണ് പാരബോല. ഓക്കെ, നേരത്തെ നമ്മൾ വരച്ചതൊരു സ്ട്രേറ്റ് ലൈൻ ആയിരുന്നു. ഓക്കെ, ലീനിയർ ലൈൻ ആയിരുന്നു, സ്ട്രേറ്റ് ലൈൻ. ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ കർവ് വി കോൾ ഇറ്റ് ആസ് എ പാരബോല. ഈ ഷേപ്പിനാണ് പാരബോല എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് കാണുമ്പം എന്താ കാണുന്നത്? ഈ പാരബോല വന്ന് എക്സ് ആക്സിസിന് 2 സ്ഥലത്ത് വെട്ടുന്നുണ്ട് അല്ലേ? ഇറ്റ് ഈസ് ടച്ചിങ് ദ എക്സ് ആക്സിസ് അറ്റ് 2 points. ഇറ്റ് ഈസ് ഇൻ്റർസെക്റ്റിംഗ് ദ എക്സ് ആക്സിസ് അറ്റ് 2 points. അപ്പോൾ ദീസ് 2 points ആർ ദ സീറോസ് ഓഫ് ദാറ്റ് പോളിനോമിയൽ. ഈ 2 pointsൻ്റെ എന്താ വാല്യൂ ഉണ്ടാവുക? ദാറ്റ് ഈസ് ദ സീറോ ഓഫ് ദാറ്റ് പോളിനോമിയൽ. ഓക്കെ, അപ്പോൾ ഈ പോളിനോമിയലിന് എത്ര സീറോ ഉണ്ട്? 2 zeros. അപ്പോൾ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണെങ്കിൽ അതിൻ്റെ ഡിഗ്രി 2 ആണ്. ദാറ്റ് മീൻസ് അറ്റ് ദ മോസ്റ്റ് അതിന് 2 zeros പോസിബിൾ ഉണ്ട്. ഓക്കെ, അറ്റ് ദ മോസ്റ്റ് 2 zeros മീൻസ് വാട്ട്? ചിലപ്പം 1 0വും ആവാം, ചിലപ്പം നോ സീറോവും ആവാം. അങ്ങനത്തെ കേസിൽ നമ്മൾ ഗ്രാഫ് എങ്ങനെ ഉണ്ടാവും കാണാൻ? ലൈക്ക് ദിസ് അല്ലേ? ഈ കേസിൽ നോക്കൂ, 2 0 ഉണ്ട്. ഈ കേസിൽ 1 0 ഉണ്ട്. ഈ കേസിൽ 0 തന്നെ ഇല്ല. Okay, അപ്പോൾ these are the 3 possibilities of plot when what will happen when you draw a parabola on the graph. Okay, അപ്പോൾ ഇത് ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ എക്സസൈസ് ചെയ്യാൻ എളുപ്പമാണ്, ഭയങ്കര ഈസി എക്സസൈസ് ആണ്. ലെറ്റ് us start off with it. Okay children, this is the first question. Actually there is only one question. There are 6 figures given and they are asking to find the number of zeros. അപ്പോൾ എത്ര എളുപ്പമാണ് നോക്കൂ. ദിസ് ഫിഗർ ദ ലൈൻ ഇസ് നോട്ട് ടച്ചിങ് ദ എക്സ് ആക്സിസ് അറ്റ് ഓൾ. അപ്പോൾ നമ്പർ ഓഫ് സീറോ എന്താ? 0. There is 0 zeros. How many places is it cutting the x axis? It is cutting 1 here. Okay, should we consider the cut here? This cut na consider ചെയ്യണോ? വേണ്ട, അത് വൈ ആക്സിസിൻ്റെ കട്ടാണ്, അത് നോക്കരുത്. എക്സ് ആക്സിസിൽ എവിടെ കട്ട് ചെയ്യുന്നു, എത്ര പ്രാവശ്യം കട്ട് ചെയ്യുന്നു, ദാറ്റ് ഈസ് വാട്ട് യു ഹാവ് ടു സീ. അപ്പോൾ ഇവിടെ നമ്പർ അല്ല ചോദിച്ചാൽ, അപ്പോൾ ഇറ്റ് ഈസ് കട്ടിങ് 1 time. സോ ദർ ഈസ് 1 0 പോസിബിൾ ഹിയർ. ഇനി ഈ ഇക്വേഷനിൽ എത്ര സീറോസ് ഉണ്ട്? എത്ര എളുപ്പമാണല്ലേ? ഇറ്റ് ഈസ് കട്ടിങ് ഹിയർ, ഇറ്റ് ഈസ് കട്ടിങ് ഹിയർ ആൻഡ് ഇറ്റ് ഈസ് കട്ടിങ് ഹിയർ. So there are 3 zeros for this one. ഈ ഇക്വേഷനിലോ it is cutting here, then it is cutting here. അപ്പോൾ 2 zeros possible. Okay, ഇവിടെ it is cutting here,
then it is cutting here, then it is cutting here, then it is cutting here. Upper total 4 zeros. This equation has total 4 zeros. And in this one, it is cutting here, it is cutting here, it is cutting here. Upper e polynomial has 3 zeros. Okay, so only these many questions are there. This is very simple, I think. And next ഇപ്പോൾ കാര്യമായിട്ട് നിങ്ങൾക്ക് നോക്കാനുള്ളത് നെക്സ്റ്റ് എക്സസൈസ് ആണ്. That we will do in the next video. Okay children, bye.